ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Roopesh Tech Zone. നമ്മളിൽ പലർക്കുമുള്ള സംശയമാണ് ഇതുപോലുള്ള കീപാഡ് മൊബൈൽ ഫോൺസൊക്കെ എങ്ങനെ ഫാക്ടറി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമ്മൾ ഏതൊരു മൊബൈൽ ഫോൺ ആവട്ടെ കടയിൽ ശരിയാക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ഡാറ്റ വേണമെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള കീപാഡ് മൊബൈൽ ഫോണാണ് എല്ലാവർക്കും സംശയം വരിക എങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യാമെന്ന്. നമ്മുടെ ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഐക്കാളിൻ്റെ ഒരു കിടിലൻ മൊബൈൽ ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തായിരുന്നു. അൺബോക്സിങ് വീഡിയോ ഞാൻ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാനാവും. ഏതൊരു കീപാഡ് മൊബൈൽ ഫോൺ ആണെങ്കിലും നിങ്ങൾ ഫാക്ടറി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന ഫോൺ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ പിന്നീട് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റീസ്റ്റോർ ഫാക്ടറി സെറ്റിങ്സ് എന്ന്. നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മളോടൊരു പാസ്വേഡാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. 000 ഇങ്ങനെ 4 0 ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന ഓക്കെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നീട് ഇതുപോലെ ഒരു വാർണിംഗ് വരും. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള കീപാഡ് മൊബൈൽ ഫോൺസും നമ്മുടെ സെറ്റപ്പ് ബോക്സും എല്ലാം ഫാക്ടറി റീസെറ്റ് ചെയ്യാനായിട്ടും സെയിം പാസ്വേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കീപാഡ് മൊബൈൽ ഫോണും ഫാക്ടറി റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓണായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മൊബൈൽ ഫോണിൽ ഇനി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഫോട്ടോസ്, സോങ്, നമ്പേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഈ മൊബൈൽ ഫോൺ പുതിയതായിട്ട് വാങ്ങിച്ചപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുക. നമ്മൾ സ്റ്റോർ ചെയ്ത ഒരു ഡാറ്റയും ഇതിലുണ്ടായിരിക്കില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.